പരുമല സെന്റ് ഗ്രിഗോറിയസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ പുതിയ വാർഡുകളിലൊന്നിന് ഇനി നന്ദനയുടെ പേര്. മലയാളികളുടെ പ്രിയ ഗായിക KS ചിത്രയുടെ മകളാണ് നന്ദന. ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ചിത്രയുടെ ഏക മകൾ നന്ദന 8ാം വയസ്സിൽ അപകടത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പരുമലയിലെ ആശുപത്രിക്കായി ഏറെ കാര്യങ്ങൾ മലയാളിയുടെ വാനമ്പാടിയായ ചിത്ര ചെയ്തിരുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടാണ് ഓർത്തഡോക്സ് സഭ നിർണായക തീരുമാനമെടുത്തത്. പരുമല ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ 2016 ആരംഭിച്ചത്. പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചിത്ര കയ്യിലെ സ്വർണ്ണമോതിരം ഊരി നൽകുകയായിരുന്നു. ധനസമാഹരണത്തിനായി ഗാനമേളയും നടത്തി. ആശുപത്രിയെക്കുറിച്ച് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ബംഗളൂരുവിലെ ആരാധകരും ആവടി സ്വദേശി ഗണേഷ് ബാബുവും സംഭാവനകൾ നൽകി. ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കാനായിരുന്നു കത്തോലിക്ക ബാവ ചിത്രയെ കാണാനെത്തിയത്. അപ്പോഴാണ് മകളുടെ പേര് സെന്ററിലെ ഒരു വാർഡിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ ബാവയ്ക്കൊപ്പം ഓർത്തഡോക്സ് സഭ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജിജി മാത്യു വാഗത്താനം, ചെറിയാൻ തോമസ് എന്നിവരും ചിത്രയുടെ വീട്ടിലെത്തിയിരുന്നു. 15 വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ചിത്രയ്ക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് നന്ദന ജനിച്ചത്. സായിബാബ ഭക്തയായ ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന പേര് നൽകിയത് സത്യസായിബാബയായിരുന്നു. ഷാർജയിൽ AR റഹ്മാൻ അവതരിപ്പിക്കുന്ന സംഗീത നിശയിൽ പങ്കെടുക്കാനായിരുന്നു ചിത്ര മകളോടൊപ്പം ദുബായിലെത്തിയത്. രാവിലെ സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകാനിറങ്ങുന്ന വേളയിലാണ് ദുരന്തമുണ്ടായത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജബേൽ അലിയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു. ഇത് ചിത്രയ്ക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് നൽകിയത്. ഇത് മറികടന്നത് ക്യാൻസർ രോഗപരിചരണത്തിലൂടെയാണ്. അച്ഛനും അമ്മയും ക്യാൻസർ ബാധിതരായാണ് മരിച്ചതെന്ന ഓർമ്മയും ചിത്രയെ ഇതിന് പ്രേരിപ്പിച്ച ഘടകമാണ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.